ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ അരച്ച ഒരു സാധാരണ മത്തിക്കറി. ആദ്യം നമ്മളിതിനായിട്ട് മത്തി എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. 1/2 കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അരപ്പിനായിട്ട് നമ്മളൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇത് അരച്ച് കിട്ടണം. നമുക്ക് അരപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഈ 4 സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അത് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം കറിവേപ്പിലയാണ് ഇട്ടത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരുന്നതെല്ലാം കൂടെ ചേർക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചതച്ച് വെച്ചതാണ്. അത് നമ്മളതിലേക്ക് ചേർത്തു. അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളതിലേക്ക് ആ അരപ്പ് ചേർത്തു. കുറച്ച് വെള്ളത്തോടെ ആ മിക്സി കഴുകിയ ആ വെള്ളം കൂടെ അതിലേക്ക് നമ്മളത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം. നമ്മൾ എടുത്തു വച്ചിരുന്ന ആ പുളി കൂടി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർക്കുവാണ്. ഇനി ഇത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി വെക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം വലിയ തീയിലും പിന്നെ ചെറിയ തീയിലും വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുകയും കൂടി ചെയ്യാം. അതിനായി ഒരു ചീനിച്ചട്ടി മറ്റൊരടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ടു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് മൊരിച്ചെടുക്കാം. അത് മൊരിഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി അതിലേക്ക് ചേർത്താൽ കറിക്കൊരു നല്ല കളറ് കിട്ടും. അതിനുശേഷം അത് നമുക്ക് ആ ചട്ടിയിലുള്ള മീൻ കറിയിലേക്ക് ചേർത്തിടാം. അതിന് ശേഷം ഇളക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം അതൊന്ന് അടച്ചു വയ്ക്കാം. പിന്നീട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ സാധാരണ ഒരു മത്തിക്കറി, തേങ്ങ അരച്ച് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.